Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ മസാല ബോക്സ് അല്ലെങ്കിൽ വാട്ട്സ് ഇൻ മൈ സ്പൈസ് ബോക്സ് എന്നുള്ളൊരു വീഡിയോ ആണ്. അത്ര വലിയ സംഭവമൊന്നുമില്ല, എന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ വയ്യ. ആക്ച്വലി നല്ല മടിയാണ്, കുക്ക് ചെയ്യാനൊന്നും വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നുള്ളത്. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ. ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തരുടെ മസാലക്കൂട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ. അപ്പം അതേപോലെ എന്നെപ്പോലെയുള്ള ആളുകൾക്ക്, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതേമാതിരി കുക്കിംഗ് അറിയാത്തവർക്ക് അല്ലെങ്കിൽ ബേസിക്സ് നോക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഈ ഒരു മസാല ബോക്സ്. ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇതിന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്, ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു സ്പൈസ് ബോക്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് വേഗം തന്നെ എൻ്റെ സ്പൈസ് ബോക്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പം എന്താണ് എൻ്റെ മസാല ബോക്സിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒരു മാസമായി ഞാൻ വാങ്ങിയിട്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങളിപ്പോൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാനിപ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കുകയാണ്. ഇതിന് മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക്കിൻ്റെ സ്പൈസ് ബോക്സ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ഒഴിവാക്കി കളഞ്ഞു, ശരിക്കും കളഞ്ഞു. കാരണം ഞാൻ മാക്സിമം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു 50% ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കി. കാരണം പ്ലാസ്റ്റിക് എൻവയോൺമെൻ്റലി നന്നല്ല, നമുക്ക് ഹെൽത്ത് വൈസ് നന്നല്ല എന്നാണ് പറയുന്നത്. സോ പാക്കഡ് ഐറ്റം വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്കതും ഇപ്പോൾ പകുതി മുക്കാലോളം പോയിട്ടുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്. സോ ഞാൻ എൻ്റെ സ്പൈസ് ബോക്സും പ്ലാസ്റ്റിക് മാറ്റി ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആക്കിയിരിക്കുകയാണ്. സോ ഇനി ഞാൻ എൻ്റെ സ്പൈസ് ബോക്സ് റിവീൽ ചെയ്യാം. ഞാനിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ, എന്തൊക്കെയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സസ്പെൻസ് ഇട്ടാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ സ്പൈസ് ബോക്സ്. ഇത്ര വലിയ സംഭവമൊന്നുമില്ല. ഇതിൽ ഒരു കുട്ടി സ്പൈസ് ബോക്സ് ആണ്. എനിക്ക് ആക്ച്വലി ഇനി ഒന്നുകൂടെ വേണം. നമ്മുടെ ഗരം മസാല കൂട്ടുകളൊക്കെ ഇട്ട് വെക്കാനുള്ള ഇനി ഒരു സ്പൈസ് ബോക്സ് കൂടെ സ്റ്റീലോ അല്ലെങ്കിൽ വുഡനോ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ട് വേറൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം വാങ്ങിയ ശേഷം. അപ്പോൾ എന്തായാലും ഇതിൽ എന്തൊക്കെയാണോ എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ലിഡും സ്റ്റീലാണ്. ഇവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ഗ്ലാസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. സോ നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പഴയ സ്പൈസ് ബോക്സിലുള്ള മിക്ക സാധനങ്ങളും ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സ്പൈസ് ബോക്സ് വലുതായിട്ട് മാറാറില്ല, 2-3 ഐറ്റം മാറുകയാണെങ്കിലേ ഉള്ളൂ. അപ്പം ഞാനിത് തുറക്കട്ടെ. ഭയങ്കര ടൈറ്റാണ് അമ്മേ. സോ ഞാനിത് തുറന്നിട്ടുണ്ട് എൻ്റെ സ്പൈസ് ബോക്സ് അല്ലെങ്കിൽ മസാല ഡബ്ബ. എല്ലാവരുടെ മസാല ഡബ്ബയും അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് മാറും. എൻ്റെ കയ്യിലുള്ളത് കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന ഐറ്റംസാണ്. ഉലുവ, ജീരകം, വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്. ഈ ഒരു ഡബ്ബ എപ്പോഴും മാറും. ഇതും ഉലുവയും ചിലപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ, കുരുമുളകും ഉലുവയും. കാരണം നമുക്ക് എപ്പോഴും വേണ്ട കുരുമുളകും ഉലുവയും മിക്കപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഉലുവ സ്റ്റിൽ ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറുണ്ട്, കാരണം അരി ഉഴുന്നും അരയ്ക്കാനും മാവിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ബാക്കി ഈ പറയുന്ന 1, 2, 3, 4, 5 ഐറ്റംസ് സ്ഥിരമായിട്ട് എൻ്റെ സ്പൈസ് ബോക്സിൽ കാണാറുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം തൊട്ട് പറയാം. ഇതിൽ ഏകദേശം 7 ഇങ്ങനത്തെ കുട്ടി ഡബ്ബകളാണ് ഉള്ളത്. ഉള്ളിൽ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഒരു അരക്കപ്പോളം നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റിയിൽ പറയുകയാണെങ്കിൽ. അപ്പം ഇതിലുള്ളത് ആദ്യത്തെ പറയേണ്ടത് കടുകാണ്. കടുക് എനിക്ക് ഇപ്പോൾ റീഫില്ലിയറായി, ഇത് കഴിഞ്ഞ ശേഷം റീഫില്ലിയാന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കടുകാണ്. ഇതിൽ തന്നെ ഒരു സ്പൂണും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡബ്ബ ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഓൺലൈനിലും ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് അടയ്ക്കാനും ഒക്കെ പറ്റും. അതുമാതിരി ഞാൻ എക്സ്ട്രാ ഒരു ഐസ്ക്രീം സ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ,
ഞാൻ എക്സ്ട്രാ കൊടുത്തതാണ്. അത് ഇതിൽ കൊള്ളുന്ന സ്പൂൺ വേണ്ട, അപ്പോൾ കുട്ടി സ്പൂണേ ഇതിൽ കൊള്ളുള്ളൂ, കാരണം നമുക്ക് അടുപ്പ് വെച്ച് ഉള്ളതായതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, ഇതെനിക്ക് കോട്ടയത്ത് താമസിച്ച സമയത്ത് ആൻറ്റി പറഞ്ഞതാണ്. മസാല ബോക്സിൽ വറ്റൽമുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കറിക്ക് ആവശ്യമുള്ള സമയത്ത് അപ്പം പൊട്ടിച്ച് എടുക്കാൻ നിൽക്കണ്ട. പൊട്ടിച്ചിങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ 2-3 വറ്റലെടുത്ത് കറിക്കായാലും കടുക് വറുക്കാനായാലും ഉപ്പേരികൾക്കായാലും ഈസി ആയിട്ട് ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്വാണ്ടിറ്റി ഇട്ട് വെക്കാം കേട്ടോ. കോട്ടയത്ത് ഒരു ആൻറ്റി, ഗായത്രി എന്നാണ് ആൻറ്റിയുടെ പേര്, അപ്പോൾ ആൻറ്റി പറഞ്ഞു തന്ന ഒരു ടിപ്പാണത്. അതുകൊണ്ട് ഞാൻ അതിന് ശേഷം ഭയങ്കര ഈസിയാണ്, കുക്കിങ്ങിനും എനിക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വറ്റൽമുളകിനെ പൊട്ടിച്ച് വയ്ക്കും. ഓക്കെ, ഇതാണ് 2ാമത്തെ ഐറ്റം. പിന്നെ 3ാമത്തെ ഐറ്റം, എൻ്റെ സ്ഥിരമായിട്ട് ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ എല്ലാ മെഴുക്ക് പുരട്ടികൾക്കും ചില സമയത്ത് തോരനുകൾക്കും ഒക്കെ ഒരു നുള്ള ജീരകം എല്ലാ കറികൾക്കും എല്ലാത്തിലും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. സോ എനിക്ക് ജീരകം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാതിരി തന്നെയാണ് മഞ്ഞൾപ്പൊടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും സ്ഥിരമായിട്ട് കാണും. ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിക്ക് സെപ്പറേറ്റ് ഒരു സ്പൂണും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഐസ്ക്രീമിൻ്റെ ഒപ്പം കിട്ടുന്ന സ്പൂണില്ലേ, അതാണ്. പിന്നെ ഉള്ളത് മുളക് പൊടി. ഇതും ഞാൻ ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. എനിക്ക് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ഫംഗസ് വരണ പോലെ തോന്നി, ജസ്റ്റ് ഒന്ന് പൂത്ത് വരണ പോലെ തോന്നിയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറിയിട്ട്. അതുകൊണ്ട് ഞാൻ വേണ്ട ക്വാണ്ടിറ്റി മാത്രം കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. ബാക്കിയുള്ളത് വലിയ ഡബ്ബയിൽ എടുത്ത് വെച്ചിരിക്കാൻ കേട്ടോ. ഇതിൻ്റെയൊക്കെ വലിയ ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് അധികം. അത് വേറെ ഡബ്ബയിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈസി യൂസിന് ഇത് ഭയങ്കര ആക്സസബിളാണ്. നമുക്ക് സ്റ്റൗവിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇടാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ 2 കാര്യങ്ങൾ ചിലപ്പോൾ മാറും, നമ്മുടെ കുക്കിംഗ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ പ്രാവശ്യം ഞാൻ ഇട്ടിരിക്കുന്നത് ഉലുവയും കുരുമുളകുമാണ്. ചില സമയത്ത് ഇത് മാറും. ചില സമയത്ത് ഞാൻ ഇതിലേക്ക് ഗ്രാമ്പൂ ഏലക്ക ഇടാറുണ്ട്. കാരണം നമുക്ക് ഗ്രാമ്പൂ ഏലക്കയാണ് മിക്കപ്പോഴും നമ്മുടെ കുക്കിങ്ങിൽ ഞാനെപ്പോഴും ഇടാറുള്ളത്. അതുകൊണ്ട് ചില സമയത്ത് ഇത് 2ഉം മാറാറുണ്ട്. ഓക്കെ, ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത് കുരുമുളകും ഉലുവയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്പൈസ് ബോക്സ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇതേപോലെ സ്പൈസ് ബോക്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. അതേമാതിരി ഞാൻ പുതിയ സ്പൈസ് ബോക്സ് വാങ്ങിയിട്ട് അതിനുള്ള ഗരം മസാല കൂട്ടുകൾ ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തട്ടിക്കുട്ടി ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.